ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലല്ലുവെ വീഡിയോ ഇടാവോ ബ്രോ? നീഡ് വീഡിയോ. ലല്ലു ചത്തോ? നിന്നെ ഒന്നും കൊള്ളാതെ ചാവില്ലടാ. കുറേ നാളായിട്ട് ഒരു RP വീഡിയോ ഇടാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തേക്കുക. ആ RP വീഡിയോ ഇട്ടിട്ട് ഇനി എന്ത് RP വീഡിയോ ഇടുന്നുള്ളൂ എന്ന് ശപഥം ചെയ്ത് വെച്ചേക്കുവാന്നേ. ആ ഒരു കാരണം കൊണ്ട് മാത്രം ബാക്കി എല്ലാ RP വീഡിയോസും പെൻഡിങ്ങിലായിട്ട് കിടക്കുക. എന്തുകൊണ്ടും പേടിക്കണ്ട, വരാൻ പോകുന്ന RP വീഡിയോ അത്രയും നല്ല വീഡിയോ ആയതുകൊണ്ടാണ് അതിൻ്റെ ക്ലൈമാക്സിന് വേണ്ടി അങ്ങ് വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്നാലും എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ട് പൊക്കൂടെ ലല്ലു എന്ന് ചോദിച്ചുകൊണ്ട് മാത്രം ഇന്നത്തെ വീഡിയോ ബഗ്സിനെ പറ്റി സംസാരിക്കാമെന്ന് കരുതി. ബഗ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു വീഡിയോ അല്ല ഇത്. ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് ഈ ഒരു കണ്ടന്റ് എനിക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പിന്നെ ചെയ്യുന്നതാണ്. എന്നും വെച്ച് എല്ലാവരും ഇത് അബ്യൂസ് ചെയ്യാൻ നിൽക്കരുത്. ചിലതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ചിലതൊക്കെ പുതുതായിട്ട് നിങ്ങൾ കാണുന്നേ ഉള്ളതായിരിക്കും. സോ കൂടുതലൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നമുക്ക് വീട്ടിലോട്ട് പോകാം. ആദ്യമായിട്ട് നമ്മളെ കളിക്കാൻ പഠിപ്പിച്ച ടാക്സി ജോബിൽ നിന്ന് തന്നെ ആവാം. നോർമലായിട്ട് നമ്മൾ ടാക്സി ജോബ് ചെയ്യുമ്പോൾ സെറ്റ് ഫെയർ അടിച്ചതിന് ശേഷം പാസഞ്ചർ വണ്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ നിന്ന് ക്യാഷ് പോകുന്ന കാണാം. എന്നാൽ ചില സമയത്തൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് വരുമ്പോൾ അവരുടെ നിന്ന് ക്യാഷ് പോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഡ്രൈവർ ആദ്യം ഇറങ്ങിയതിന് ശേഷം പാസഞ്ചറിനെ കയറ്റിയിട്ട് ഡ്രൈവർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഒന്നും പോകാണ്ട് നമുക്ക് അവരെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുക, അല്ലെങ്കിൽ കറങ്ങി അടക്കാനൊക്കെ പറ്റും. ഇത് ഫെയർ ആയിട്ടുള്ള ഒരു പ്ലേ അല്ല, ഇത് ബഗ് എക്സ്പ്ലോയ് ആണ്. രണ്ടാമത്തെ ഒരു പോരായ്മ പറയാം, നമ്മുടെ LSലുള്ള HP-യുടെ ഏറ്റവും ഫ്രണ്ടിലുള്ള കുറേ റൂംസൊക്കെ ഉള്ളൊരു സെറ്റപ്പ് ഉണ്ട്, ഒരു ബിൽഡിങ്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ റൂഫ് ടോപ്പിലോട്ട് കയറി ചെല്ലാൻ പറ്റും. ഈ റൂഫ് ടോപ്പിൽ നിന്ന് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ SF-ലോട്ട് എത്തും. അത് ഭയങ്കര രീതിയിലുള്ള അബ്യൂസായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അത് കുറേ പേർക്കൊക്കെ അറിയാം. അഡ്മിൻസ് കാണുവാണെങ്കിൽ ജസ്റ്റ് എടുത്ത് മാറ്റാവുന്ന നല്ലതാണ്. ഇതിൽ എവിടെയാ ബഗ് എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മേളിൽ നിന്നെടുത്ത് ചാടുകയെന്ന് പറഞ്ഞില്ലേ, ചാടിക്കഴിഞ്ഞാൽ ചത്തുപോകും. ഈ ചാടുന്ന ഇടയ്ക്ക് താഴെ എത്തുന്നതിന് മുന്നേ തന്നെ /S അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചത്തുപോകുന്നില്ല. അതുപോലെ നോർമൽ സാൻഡിലാണ് കളിക്കണമെങ്കിൽ ടാബ് ഓപ്പൺ ആക്കി ജസ്റ്റ് ബാക്ക് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചത്തു പോകുന്ന പരിപാടിയൊന്നും ഇല്ല. അതൊക്കെ ഭയങ്കര വലിയ ബഗ് എക്സ്പ്ലോയ് ആണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോയിൽ 100 രൂപയ്ക്ക് ഫുഡ് ആൻഡ് ട്രിക്ക് കിട്ടുമെന്ന് പറഞ്ഞപ്പോഴേക്കും കുറേ പേർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കിട്ടത്തില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് പോയിട്ട് ടെസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. ചിലിയാറിൻ്റെ മേളിൽ തന്നെ പോകണമെന്നൊന്നുമില്ല. സിറ്റിയിലുള്ള CJയുടെ ഹൗസിൻ്റെ അങ്ങോട്ട് പോയാലും നിങ്ങൾക്ക് അത് ടെസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ അത് വേറെ എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീടിയിലുണ്ടെന്ന് തോന്നുന്നു ഈ വെന്റിലേറ്ററൊക്കെ. പിന്നെ ഉള്ളത് VIP ഹൗസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അവിടെ പോയാലും ഇത് കാണാം. ഇത് ബഗ്ഗോ കുഴപ്പമൊന്നും അല്ല, ഇതെല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ ഒക്കെ ഇട്ടത്. ഞാൻ യൂസ് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നുള്ളൂ. ഇനി ഒരു മാജിക് ആയാലോ ഗൈസ്. ഇതിനെ വേണമെങ്കിൽ ഇൻവിസിബിൾ മാജിക് ബഗ് എന്നോ അല്ലെങ്കിൽ ഇൻവിസിബിൾ ബഗ് എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടു നോക്ക്. എൻ്റെ കമ്പനിക്കാരൻ്റെ POVയിലുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ജസ്റ്റ് ഗ്യാരേജിൻ്റെ ഉള്ളിൽ ചെന്നപ്പോഴേക്കും അവൻ്റെ മുന്നിൽ ഞാൻ നിൽക്കണുണ്ട്. അപ്പോഴേക്കും ഞാൻ അവനോട് പറഞ്ഞു ഞാൻ ഇവിടെ ഇൻവിസിബിൾ ആവാം. അപ്പോൾ അവൻ പറഞ്ഞാൽ ഇൻവിസിബിൾ ആവാം. പിന്നെ ഒന്നും നോക്കിയില്ല, ഗ്യാരേജിൽ നിന്ന് ഞാനാണെങ്കിൽ ഇൻവിസിബിൾ ആയി അങ്ങ് പോയി. ഡേ അഭിലാഷേ, ഇത് എപ്പോഴാ എന്ന് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇത് ജസ്റ്റ് ഒന്ന് നമ്മുടെ മാളിൻ്റെ സൈഡിലുള്ള ഗ്യാരേജിൻ്റെ ഉള്ളിൽ കയറിയിട്ട് /fix/VW എന്ന് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്യാരേജിൽ നിന്ന് നേരെ VIP ഗ്യാരേജിലോട്ട് ടെലിപ്പോർട്ട് ആവുന്നതാണ്. VIP ഗ്യാരേജിൻ്റെ ഉള്ളിലോട്ട് സാധാരണ ഉള്ള ആൾക്കാർക്കൊന്നും അങ്ങനെ കയറി ചെല്ലാനൊന്നും പറ്റത്തില്ല. വേണമെങ്കിൽ ഈ വഴി കയറി ചെല്ലാൻ പറ്റും, പക്ഷേ ഇറങ്ങാൻ പറ്റത്തില്ല. VIP ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര രീതിക്ക് അബ്യൂസ് ആക്കാൻ പറ്റും. ടെലിപ്പോർട്ടായിട്ട് പോകാൻ പറ്റണ പോലെയൊക്കെയാണ്. ജസ്റ്റ് ഒരു സെക്കൻഡിലൊക്കെ നമുക്ക് SF-ലോട്ടൊക്കെ എത്താൻ പറ്റും. ഇനി ഇതും കുത്തിപ്പൊക്കി കൊണ്ട് വരണം കേട്ടല്ലോ. ലല്ലു പഠിപ്പിച്ചാണ് ഇതൊക്കെ ചെയ്യാനെന്ന് പറഞ്ഞിട്ട്. ഒന്നും പറയാനില്ല, അടുത്ത ബഗ്ഗിലോട്ട് പോകാം. ജീവിക്കാൻ വേണ്ടി ബഗ് യൂസ് ചെയ്യുന്ന ഒരു മഹാ പ്ലേസാണ് നമ്മുടെ ഹാർവസ്റ്റ്. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എസ്കേപ്പ് അടിച്ചു പോയി അത് ഡെലിവർ ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. ആ ബഗ്ഗാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നുമല്ല. ഈ ഒരു ഏരിയയിൽ ഈ ലെജൻസ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ എസ്കേപ്പ് അടിക്കാണ്ട് ഒരു പ്രാവശ്യം അവിടെ വർക്ക് ചെയ്യും, എന്നിട്ടൊരു ചെക്ക് പോയിന്റ് ഉണ്ടാക്കും. എന്നിട്ട് then കുറച്ചൊരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അത് വർക്ക് ചെയ്തതിന് ശേഷം എസ്കേപ്പ് ആക്കും. എന്നിട്ട് വീണ്ടും ഒരു ചെക്ക് പോയിന്റ് വരുന്നതിന് മുന്നേ ആദ്യം വന്ന ചെക്ക് പോയിന്റ് ഫില്ല് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ക്യാഷും വാങ്ങിക്കും. ആ സമയം ആകുമ്പോഴേക്കും രണ്ടാമത്തെ ചെക്ക് പോയിന്റ് വരും, എന്നിട്ട് ക്യാഷ് വാങ്ങിച്ചിട്ടാണ് പോവുക. ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അഡ്മിൻസ് എന്തായാലും ജയിലൊക്കെ തരുന്നതായിരിക്കും. കഷ്ടപ്പെട്ട ഹാർവസ്റ്റൊക്കെ ചെയ്തൊരു പകുതി നിലയ്ക്ക് ഇത്തിരി ക്യാഷ് കിട്ടിയിരിക്കുന്ന സമയത്തായിരിക്കും പീഡിയൊക്കെ വന്ന് പിടിക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന വേറൊരു ബഗ്ഗുണ്ട്, അത് യൂസ് ആക്കി കൂടാ. പിന്നെ ബഗ്സിനെ പറ്റി ഒരു വീഡിയോ ആയതുകൊണ്ടാണ് അത് പറയുന്നത്. ഈ ഒരു ബഗ് BP ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മളെ PD കഫ് ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് BP വെയർ ചെയ്തിട്ട് ഡെഡിക്കേഷൻ അത് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ PD ഇത് കാണും, BP വെയർ ചെയ്തൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതൊന്നും ചാനൽ ചെയ്ത് കാണിക്കത്തില്ല, എന്നാലും BP വെയർ ആണ് കാണും. ഇങ്ങനെയൊരു സംരംഭം നടക്കാണ്ടിരിക്കാനായിട്ട് ചിലർ PD ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ BP വെയർ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. പക്ഷെ അങ്ങനെ ചെയ്താലും BP കാണുമല്ലേടാന്ന് ചോദിക്കും. പക്ഷേ നമുക്ക് ആ BP ഹൈഡ് ചെയ്യാൻ പറ്റും, അതാണ് ഇതിൻ്റെ ഒരു ബഗ്. ഇതിനകത്ത് മുന്നേ തന്നെ BP എക്വിപ്പ് ചെയ്തതിന് ശേഷം ഹൈഡായിട്ടുള്ളതുകൊണ്ട് തന്നെ ഡേർട്ടി ക്യാഷ്
ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പീഡിയ ഒന്നും അറിയാൻ പോകുന്നില്ല. അതൊരു അബ്യൂസാണ്. ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടോയ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 3 ടോയ് എക്വിപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ BP ഉയരുന്ന സമയത്ത് മൂന്നാമത് കിടക്കുന്ന ടോയ് എന്തായാലും ഡീസ്പോൺ ആയിട്ട് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡായിട്ട് പോകും. അപ്പോഴത്തേക്കും ടോയ് വീണ്ടും ഓൺ ചെയ്തതിന് ശേഷം ആ ഒരു ടോയ് വീണ്ടും എക്വിപ്പ് ചെയ്യുമ്പോൾ ഈ BP ഹൈഡായിട്ട് പോകുന്ന കാണാൻ പറ്റും. ഈ BP ഹൈഡാക്കുന്നത് ഒരു ബഗ്ഗാണ്. എന്നൊരു സ്റ്റോറി പറയാൻ, കുറച്ച് ദിവസം മുന്നേ ഞാനും എൻ്റെ കമ്പനിക്കാരനും വെള്ളത്തിലായിട്ടായിട്ട് വീണ് പോയി. അപ്പോഴത്തേക്കും ഞാനിങ്ങനെ വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകണ കണ്ടപ്പോഴത്തേക്കും ഇവൻ പറഞ്ഞാടാ അതിൻ്റെ അടിയിലോട്ടൊന്നും പോകണ്ട, അത് ഡേഞ്ചറാണ്, വെള്ളത്തിനോട് കളിക്കല്, പെട്ടെന്ന് തന്നെ ലൈഫൊക്കെ കുറഞ്ഞ് നമ്മൾ ചത്തുപോകുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുവാണെങ്കിൽ നമ്മൾ EMSനെ കൊണ്ടൊന്ന് പൊക്കാൻ പറ്റാണ്ട് അങ്ങനെ ചത്തുപോകുമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴത്തേക്കും ഞാനാണെങ്കിൽ അവിടെ സ്കേറ്റ് ബോർഡ് ഓടിച്ച് കളിക്കുവാണ് വെള്ളത്തിൻ്റെ ഉള്ളിൽ. ഇതാണ് നമ്മുടെ അടുത്ത ബഗ് എന്ന് പറയണത്. അഭിലാഷ് ഇതിപ്പിട ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൻ്റെ അടിയിലോട്ട് നീങ്ങി അങ്ങ് പോകണം. നീങ്ങിയല്ല, മുങ്ങി അങ്ങ് പോകണം. എന്നിട്ട് ജസ്റ്റ് അവിടെ നിന്ന് റീലോഗ് ആയാൽ മതി. അപ്പോഴത്തേക്ക് നമ്മൾ അടിയിലാണെങ്കിൽ സ്പോൺ ആവും. അവിടെ ആണെങ്കിൽ വെള്ളത്തിൻ്റെ പ്രസൻസ് ഒന്നും കാണത്തില്ല. അപ്പോഴത്തേക്കും നമ്മൾ അവിടെ നടക്കാനൊക്കെ തുടങ്ങും, പിന്നെ ഓടാനൊക്കെ പറ്റും വെള്ളത്തിൽ നിന്ന്. ഇതൊരു ബഗ് എക്സ്പ്ലോർ ആണ്. ഇതൊന്നും യൂസ് ചെയ്യാൻ നിൽക്കരുത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഓക്സിജൻ എന്നുള്ള പേരിലൊക്കെ ആയിരിക്കും ബഗ് എക്സ്പ്ലോർ ഇറക്കി ചെയ്തിട്ട്. വേറൊരു മുടിഞ്ഞ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാം. ചില സമയത്തൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടിയൊക്കെ മറിഞ്ഞ് ഫ്ലിപ്പാവും. അങ്ങനെ ഫ്ലിപ്പായിട്ടുണ്ടെങ്കിൽ നമുക്കതിങ്ങനെ തീ കത്തിയിട്ട് പൊട്ടിച്ചെറിക്കണതാണ് സാധാരണ സംഭവിക്കാറ്. അത് ചിലവരൊക്കെ പാർക്കടിക്കും നമ്മുടെ ഓൺ വണ്ടിയാണെങ്കിൽ. അല്ലെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങനെ മറിയുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് റീലോഗ് ആവാം. അപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും കയറുന്ന സമയത്ത് അവിടെ നിന്നിട്ടുള്ള ആൾക്കാരുടെ POVയിൽ പൊട്ടിത്തെറിച്ച് പോയെങ്കിലും നമ്മുടെ POVയിൽ അവിടെ വണ്ടി നേരെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് വീണ്ടും കയറാൻ പറ്റും. ഒരു ടിപ്പും കൂടി പറഞ്ഞിട്ട് അങ്ങ് പോകാം. കാര്യം ന്യൂബിയായിട്ട് കയറുന്നവർക്കൊന്നും ഫോൺ റീചാർജ് ചെയ്യാനൊന്നും പറ്റത്തില്ലായിരിക്കും. ആ സമയത്തൊക്കെ നമ്മൾ EMSനെ എങ്ങനെ വിളിക്കും ഡൗൺ ആയി കിടക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യാനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അവർ ആക്സെപ്റ്റ് എടുത്തൊക്കെ അടിച്ച് പോകും. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഫോൺ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഫോണിൻ്റെ ലോക്ക് തുറക്കാണ്ട് ആപ്സ് ഒന്നും കാണുന്നതിന് മുന്നേ താഴെയുള്ളൊരു ഫോണിൻ്റെ ബട്ടൺ ഉണ്ടാവും. അതിൽ പിടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് എമർജൻസി കോൾ പോകും. അത് ഫോണൊന്നും റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്രീ ആണ്. അങ്ങനെ ചെയ്ത് കളിക്കാവുന്നേ ഉള്ളൂ. വേറൊരു ബഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ബൈക്കിലൊക്കെ പോണ സമയത്ത് അറിയാണ്ടെങ്ങാനും വണ്ടി ഇടിച്ച് തെറിച്ച് നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബൈക്കെങ്ങാനും നമ്മൾ ലോക്കാക്കി വെച്ചിട്ടുള്ള ബൈക്കാണെങ്കിൽ പിന്നെ ആ ബൈക്കിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ലോക്ക് ഓപ്പൺ ആക്കാൻ നോക്കുമ്പോൾ അവിടെ ബൈക്കൊന്നുമില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും എഴുതി കാണിക്കുക. അതൊരു POV ബഗ്ഗാണ്. ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷെ അത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് /ഫൈൻഡ് കാർ അടിച്ച് കഴിഞ്ഞാൽ ആ ബൈക്ക് ഇപ്പോൾ എവിടെയാണോ നമ്മുടെ POVയിൽ അല്ലാണ്ടിരിക്കുന്നത് അവിടോട്ടുള്ള ഒരു ലൊക്കേഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അവിടെ പോയിട്ട് നമ്മൾ /ലോക്ക് അടിച്ചതിന് ശേഷം ലോക്ക് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ POVയിലുള്ള ബൈക്കിനകത്തോട്ട് പോയിട്ട് ബൈക്ക് എടുത്തിട്ട് പോകാവുന്നേ ഉള്ളൂ. വേറൊരു ബഗ് എക്സ്പ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്തിങ് ഷോപ്പിൽ പോയിട്ട് നമ്മൾ ക്ലോത്തൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ക്ലോത്തൊക്കെ മാറ്റിയെടുത്തിട്ട് നമുക്ക് വേണ്ട ക്ലോത്ത് ആകുമ്പോൾ നമ്മൾ പർച്ചേസ് അടിക്കും. അപ്പോഴത്തേക്കും നമ്മളെ ക്യാഷും പോകും. അങ്ങനെ അല്ലാണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് ബഗ്ഗാണ്. കാര്യം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ക്ലോത്ത് എടുത്തതിന് ശേഷം ഒന്നെങ്കിൽ എസ്കേപ്പ് അടിക്കുക, അല്ലെങ്കിൽ ഒന്ന് റീലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലോത്തിൽ നിൽക്കാനായിട്ട് കാണാൻ പറ്റും. ക്യാഷും പോകത്തില്ല, ഒന്നും പോകത്തില്ല. ഇനി വേറൊരു ബഗ്ഗുണ്ട്. ചില ജോബുകളിലൊക്കെ വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോഴത്തേക്ക് ആ ജോബ് എടുത്താൽ മാത്രമേ നമുക്ക് ആ വെഹിക്കിൾ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ വേറൊരു ബഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രക്കർ ജോബിൻ്റെ അവിടെയുള്ള വേറൊരു ലൈനായിട്ടുള്ളൊരു ട്രക്കുകളൊക്കെ അവിടെ കാണാൻ പറ്റും. ആ ട്രക്കുകളൊക്കെ നമുക്ക് ട്രക്കർ ജോബ് എടുക്കാണ്ട് തന്നെ നമുക്കത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. മേ ബി അത് അഡ്മിൻ വെഹിക്കിൾ വല്ല ആയിരിക്കാം. അത് ബഗ്ഗാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് അറിയത്തില്ല. ജസ്റ്റ് അത് വേണമെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോകാമെന്നുള്ളൂ. വെറുതെ ജോയിനൊക്കെ അടിച്ച് വെറുതെ ജോബൊക്കെ കളഞ്ഞ് ടൈം കളയേണ്ട ആവശ്യം വരത്തില്ല. ഇനി അടുത്ത ബഗ്ഗിലോട്ട് പോകുവാണെങ്കിൽ നമ്മുടെ PDJയിലാണെങ്കിൽ ഇപ്പോൾ ഡ്രാഗിൻ്റെ ഒരു സിസ്റ്റം ഓഫായി കിടക്കുകയാണോ അതിനെടുത്ത് കളഞ്ഞാണോ എന്ന് അറിയത്തില്ല. നമുക്കിപ്പോൾ വേറൊരു ഹെലി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ PDJയിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. കാര്യം നമ്മളിപ്പോൾ ഡ്രാഗായിട്ട് ജയിലിലോട്ട് തന്നെ വരത്തൊന്നുമില്ല. ജയിൽ ചാടാനൊക്കെ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇപ്പോൾ. ഇനി അത് അഡ്മിൻസ് തന്നെ അങ്ങനെ ആക്കി വെച്ചതാണോ അതോ ഇനി വല്ല സ്ക്രിപ്റ്റിൻ്റെ പ്രോബ്ലം ആണോ എന്ന് ഞാൻ അറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അഡ്മിൻസ് ശ്രദ്ധപ്പെടുവാണെങ്കിൽ അത് സാധാ പോലെ ആക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും RP രൂപത്തിലാക്കുവാണെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ. ഇനി വേറൊരു അസുഖം പിടിച്ച ബഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഗ്ഗാണോ അതിന് എന്താണെന്ന് എനിക്കറിയത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൈലറ്റ് ജോബിൽ ആദ്യമൊക്കെ 3000 രൂപ എഴുതി കാണിക്കുമെങ്കിലും നമുക്ക് 6000 രൂപയൊക്കെ ക്യാഷ് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാഷ് കിട്ടത്തില്ല. 0 രൂപയാണ് അതിനൊക്കെ ക്യാഷ് എന്നാണ് പറയുന്നത്. പുറത്തിന് അത് നമ്മൾ ചെയ്തുകൊണ്ടുള്ള അതിൻ്റെ വള്ളികളും നമ്മുടെ നെഞ്ചത്തോട്ടുണ്ടാവും. കുറച്ച് നേരത്തേക്ക് പീഡിയായിട്ട് നമുക്ക് വേണമെങ്കിൽ അടി ഉണ്ടാക്കി കളിക്കാം. ഇതൊന്നും തിങ്ക് ചെയ്തിട്ട് എന്തൊക്കെ കഷ്ടങ്ങളാണ്. നമ്മളൊരു വർക്ക് ചെയ്തിട്ട് ഇത്തിരി ക്യാഷ് പോലും കിട്ടുന്നില്ല, എന്നിട്ട് പീഡി നമ്മുടെ നെഞ്ചത്തോട്ടും കയറും. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന പിന്നെ നിനക്ക് ആ ജോബ് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോയെന്ന്. എന്നാൽ പിന്നെ ഞാൻ ഏത് ജോബ് ചെയ്യും?
ആയിരിക്കും. നിങ്ങൾ എല്ലാ ജോബ് ട്രൈ ചെയ്തൊന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ റിവ്യൂ ഒന്ന് പറയണം കേട്ടോ കമൻറ്റ് വഴി. പിന്നെ ഉള്ളതൊരു ഗ്ലിച്ചാണ്. ഗ്ലിച്ച് എങ്ങനെ അത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ച സംഭവമാണ്. ഇതെങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് എനിക്ക് റൈറ്റ് വശത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരാൾ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് കുറച്ചേരം സ്പെക്ക് നിൽക്കണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഫോണൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ക്യാമറ ഒന്ന് ഓൺ ആക്കിയാൽ മതി ഫോണിനകത്തുള്ള. അപ്പോഴത്തേക്കും ആ ഒരു സ്ക്രീൻ അവിടെ സ്റ്റെക്ക് ആവും. ആ ഒരു ഫ്രെയിം നമുക്ക് കിട്ടും. ആ ഫ്രെയിമിനകത്ത് ആരെങ്കിലും വന്നാലോ ആ ഫ്രെയിമിനകത്ത് ആരെങ്കിലുമൊക്കെ സംസാരിച്ചാലോ അതൊക്കെ നമുക്ക് ആ ഫ്രെയിം വഴി നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വെഹിക്കിൾ വേറെ ആരെങ്കിലും ഓടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെഹിക്കിളിനകത്ത് പോകും അവരുടെ VOയിൽ. പക്ഷെ നമ്മുടെ ആ ഒരു സ്ക്രീൻ അവിടെ തന്നെ സ്റ്റെക്ക് ആയിട്ട് നിൽക്കണം കാണാൻ പറ്റും. അങ്ങനെ ന്യൂസ് സൈഡ് ബഗ്, ഫുഡ് ബൾക്ക് ബഗ്, വീസ്റ്റാഷ് ബഗ്, ഇൻ്റർവ്യൂ ബഗ്, അഡ്മിൻ ജയിൽ ബഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ ബഗ്ഗുണ്ട്. ബട്ട് ഇതൊന്നും ഞാൻ ഇതുവഴി റിവീൽ ചെയ്തിട്ട് ആൾക്കാരെ ഒന്നും അബ്യൂസ് ചെയ്യിപ്പിക്കാനായിട്ട് അതിനെനിക്ക് താല്പര്യമില്ല. അപ്പോഴത്തേക്കും ഈ ബഗ്ഗൊന്നും അറിയാണ്ടിരിക്കാനാണ് നല്ലത്. ഇനിയിപ്പോൾ എൻ്റെ കുറച്ച് എയ്റ്റേഴ്സൊക്കെ ഇറങ്ങും ലല്ലു ബഗ് എക്സ്പ്ലോ കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ പൊന്നടാവ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണ എന്നെ അഡ്മിൻസ് കണ്ടോട്ടെ എന്നൊക്കെ വെച്ചിട്ടാണ്. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ അഡ്മിൻസ് ഇങ്ങനത്തെ ബഗ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട് എന്നും വെച്ച് ഞാനിങ്ങനെ ചെയ്തെന്നും പറഞ്ഞിട്ട് നിങ്ങളും അത് ചെയ്യാനായിട്ട് നിൽക്കരുത്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോഴത്തേക്കും മറ്റേ RP വീഡിയോ അടുത്ത ഞായറാഴ്ച വല്ലതും ഇടാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. അപ്പോൾ ശരി, ബൈ.